ഈ പ്ലാൻ എന്തുകൊണ്ടാണ് ആദ്യം എനിക്ക് വർക്ക് ചെയ്യാതിരുന്നത് എന്ന് ഞാൻ പറയാം. തുടക്കം സ്വയം കോഡിംഗ് പഠിച്ചു. എല്ലാ ദിവസവും ഏകദേശം 5 മാസം. അതിനുശേഷം ടീം കൊളാബറേഷനും റിയൽ വേൾഡ് എക്സ്പീരിയൻസും കിട്ടാൻ 4-5 മാസം നീണ്ടുനിന്ന ഒരു ബൂട്ട് ക്യാമ്പിൽ ചേർന്നു. ബൂട്ട് ക്യാമ്പ് കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്, പോർട്ട്ഫോളിയോയും റെഡിയാണ്. പക്ഷേ എല്ലാവരും ഉണ്ടാക്കുന്ന അതേ ജനറിക് പ്രോജക്ട്സ് ഉള്ള ഒരു പോർട്ട്ഫോളിയോ, കൂടെ ലീഡ് കോഡ് ഉൾപ്പെടെയുള്ള മോക്ക് ഇൻ്റർവ്യൂ പ്രാക്ടീസും, പിന്നെ 3 മാസം നീണ്ടുനിന്ന ഒരു ഇൻറ്റേൺഷിപ്പ്, അതിനുശേഷം 3 മന്ത്സ് കോൺട്രാക്ട് ഒരു റിയൽ പ്രോജക്റ്റിൽ, പക്ഷേ അൺപെയ്ഡ്, എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം. ഇതെല്ലാം ഞാൻ അന്ന് ചെയ്തപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിച്ചത് നമ്മൾ ഇതുപോലെ ജെനുവിൻലി എഫേർട്ട് ഇട്ടാൽ സക്സസ് ആകും എന്നാണ്. പക്ഷേ ഒന്നും ഉണ്ടായില്ല. മാസങ്ങളോളം വളരെ ശ്രദ്ധിച്ച് ക്യൂറേറ്റ് ചെയ്ത് ഞാൻ ജോബ് ആപ്ലിക്കേഷൻസ് അയച്ചു. ഒരു ഇൻ്റർവ്യൂ കോൾ പോലും വന്നില്ല. റിജക്ഷൻസ് പോയിട്ട് ഒരു റിപ്ലൈ പോലും തരാത്ത കമ്പനികൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞത്. ഈ പ്ലാനിൽ കൂടി ഞാൻ അക്വയർ ചെയ്ത സ്കിൽസ് കൊണ്ട് മാത്രം എനിക്ക് ഈ ജോബ് മാർക്കറ്റിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്നെപ്പോലെ ലക്ഷക്കണക്കിന് കാൻഡിഡേറ്റ്സ് ആണ് ഇതേ സ്കിൽ സെറ്റ് വെച്ച് ഈ ജോബ് മാർക്കറ്റിൽ നിൽക്കുന്നത്. ഈ ക്രൗഡഡ് മാർക്കറ്റിൽ കമ്പനീസ് എന്നെ നോട്ടീസ് ചെയ്യണമെങ്കിൽ ഞാൻ അവരിൽ നിന്നൊക്കെ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണമായിരുന്നു.